വീഡിയോയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തായാലും എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ ക്രിസ്മസ് ഇപ്പം ഇങ്ങടാവും അല്ലേ. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴാണ് നമ്മൾ വീടൊക്കെ ഒന്ന് അടിപൊളി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണ സമയമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം. സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഈ ലിവിങ് റൂമൊക്കെ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ഷോപ്പിങ്ങിന് കാണിച്ചത് ഈ സാരിയൊക്കെ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് കർട്ടൻ ആക്കിയിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് ഹൈലൈറ്റ് തപ്പിയിട്ട് കിട്ടിയില്ല. നമ്മൾ കർട്ടൻ ഇങ്ങനെ റൗണ്ട് ലോക്ക് ചെയ്ത് വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഹൈലൈറ്റ്, അത് കിട്ടിയില്ല. അതിനിപ്പോൾ കിട്ടും, ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോയാൽ കിട്ടും, അത് ടൈമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന സാധാരണ നമ്മൾ കർട്ടനിൽ ഒരു കമ്പി മടക്കി അടിച്ചിട്ട് കമ്പിയിലിടുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അത് മാത്രം ചെയ്യാമെന്നാണ് വിചാരിക്കണേ. കാരണം ഇതങ്ങനെ അടുത്ത കൊല്ലം ചിലപ്പോൾ ഈ കർട്ടൻ ആവില്ല, ഇത് വെച്ച് ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ ഹൈലൈറ്റ് ഒക്കെ വെച്ച് ഒരു പ്രോപ്പർ കർട്ടൻ ആക്കിയിട്ടിടേണ്ട കാര്യമില്ല. ജസ്റ്റ് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ മടക്കി തയ്ച്ചിട്ട് കർട്ടൻ ആക്കാം. പിന്നില്ലേ ഇതൊരു മാറ്റാട്ടോ, നിലത്തിടുന്ന ഒരു മാറ്റാ. ഇത് ഇന്നലെ വാങ്ങിയതിലുണ്ടായിരുന്നതാണ്, ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതൊരു വേറൊരു കവറിലിരിക്കുകയായിരുന്നു. ഇതിനധികം പ്രൈസ് ഒന്നുമില്ല. ഇതിങ്ങനെ നിലത്തിടുന്ന ഒരു തരം മാറ്റാണ്, കണ്ടോ, മാറ്റാണ്, വെള്ളമൊന്നും പിടിക്കാത്തത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് കാണുമ്പോഴേ ഞാൻ വാങ്ങിച്ചത് അങ്ങനെ നിലത്തിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇതിങ്ങനെ വോളിൽ നമുക്ക് ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ചെയ്തിട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് ചെയ്യണം. പിന്നെ നമ്മൾ ടേബിളിലൊക്കെ സൈഡ് ടേബിളിലോ സെൻറ്റർ ടേബിളിലൊക്കെ വെക്കുന്ന ഒരു ഡെക്കറേഷനില്ലേ, അങ്ങനത്തെ ഒക്കെ ചെയ്യണം. അങ്ങനെ ഒന്ന് രണ്ട് കുറച്ചൊരു അൽക്കുലത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ കർട്ടൻ ഒന്ന് തയ്ച്ചെടുക്കട്ടെ. ഇത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് തയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. പുതിയ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിലാണ് ഉദ്ഘാടനം. ഞാൻ അമ്മാളിൻ്റെ ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് വെൽവെറ്റ് അല്ലേ, അപ്പോൾ ആദ്യം തന്നെ വെൽവെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്യണ്ട വിചാരിച്ചിട്ട് ഈ ഒരു കോട്ടണിൽ സ്റ്റാർട്ട് ചെയ്യാം. ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ ആയിട്ട് സ്റ്റിച്ചിങ് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെഷീൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. അത് വ്ളോഗായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. റിവ്യൂ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടിടാം. എങ്ങനെയാണ് യൂസ് ചെയ്ത് നോക്കണമല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ ഇടാം. അപ്പോൾ പുതിയ മെഷീനിൽ ഇന്ന് ഈ കർട്ടനാണ് ഉൾക്കടിക്കാൻ പോകുന്നത്. ക്രിസ്മസിൻ്റെ തന്നെ കർട്ടനാണ് ചെയ്യാൻ പോണേ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരൊക്കെ വിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ മെഷീൻ അങ്ങോട്ട് ഉദ്ഘാടിച്ചിട്ടുണ്ട്. ഇതിലാണ് കർട്ടനിലാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. നല്ല സ്പീഡാണ്. ഒരു ദിവസം ഇരുന്ന് ഫ്രോക്ക് തയ്ക്കുന്നത് ഞാൻ ഇതുകൊണ്ടാണെങ്കിൽ, ഈ മെഷീനിലാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഫ്രോക്ക് തീരും, അത്ര സ്പീഡാണ്. പിന്നെ സ്പീഡായതുകൊണ്ട് നമ്മുടെ കൺട്രോളിൽ വരുത്താൻ ഇച്ചിരി പാടാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാണല്ലോ, അത്രയും സ്പീഡിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കൺട്രോൾ കിട്ടാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. ഈ കർട്ടൻ തന്നെ തയ്ച്ച് വന്നപ്പോഴത്തേനും ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ നൂലിടുന്നതൊക്കെ വ്യത്യാസമുണ്ടല്ലോ, അങ്ങനെ കുറച്ചൊരു പാടുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് ശരിയായി. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇപ്പം ഞാൻ യൂസ്ഡായി. അപ്പം ഇത് ജസ്റ്റ് കർട്ടൻ ഞാൻ ഈ മെഷീൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. കർട്ടൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള കർട്ടൻ ഉണ്ടല്ലോ, അതാണ് ചെയ്തേക്കുന്നത്, കമ്പിയിലിടുന്നത്. അത് അത്രേ ഉള്ളൂ. അടുത്തത് ഈ ഒരു ഫ്ലോർ മാറ്റ് കാണിച്ചല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ്. ഇതാണ് നല്ല ഭാഗം കേട്ടോ. ഇത് നമുക്ക് ഫ്ലോർ മാറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ ചെയ്യാൻ പോണേ. ഒരു വാൾ ഹാങ്ങിങ് പോലെ ഇടാനായിട്ട് ക്രിസ്മസിൻ്റെ തീമിൽ. അപ്പോൾ ഈ ഫ്രോക്ക് തയ്ച്ചതിൻ്റെ ബാക്കിയുള്ള കുറച്ച് വെൽവെറ്റ് ഉണ്ട്, അത് ഇതേ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയത്തിന് ഇത്രയും തുണി ബാക്കി ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ കട്ട് പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ച് നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മേരി ക്രിസ്മസ് എന്നുള്ള ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, ക്രിസ്മസിൻ്റെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാട്ടോ. ഈ ജൂട്ടിൻ്റെ ബോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ചില്ലേ, അങ്ങനത്തെ കുറച്ച് ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം, അത്രേ ഉള്ളൂ. എല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ മേരി ക്രിസ്മസ് ഉള്ളത് മാത്രം അതിൻ്റെ അടിയിൽ ഒന്ന് തെർമോക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു 3D എഫക്റ്റ് പോലെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നിൽക്കും. അതിനുവേണ്ടി ഒരു ചെറിയ തെർമോക്കോൾ ബാക്കിൽ വെച്ചിട്ടാണ് അത് ഒട്ടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം നമുക്കിത് പിന്നെ യൂസ് ചെയ്യണമല്ലോ ഫ്ലോർ മാറ്റ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ. അത് ബോ ആണ്. പിന്നെ കുറച്ച് ഇതുപോലെ സ്നോ ഫ്ലേക്സ് ഒക്കെ പോലത്തെ അങ്ങനെ കുറച്ച് അൽക്കുലത്തൊക്കെ വെച്ചിട്ട് ഇതുപോലെ കെട്ടിയെടുത്താൽ സംഭവം റെഡി. അടുത്തത് നമ്മൾ ടേബിൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ട്രേ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നതാണ്, അതെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു വലിയ ട്രേ ആണ്. ഇങ്ങനത്തെ ടേബിൾ ഡെക്കറേഷനൊക്കെ ഭംഗി ഉണ്ടാവുക കേട്ടോ. കാണാനായിട്ട് ഭംഗി വേണമെങ്കിൽ കുറച്ചുകൂടെ വലുത് വേണം. ഇപ്പം എൻ്റെ കയ്യിൽ ചെറുതാണ്, അപ്പോൾ ഞാൻ 2 ആക്കിയിട്ട് എടുക്കുകയാണ്. ഇത് കാൻഡിൽ
സ്റ്റാൻഡായിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അതില്ല, അങ്ങനത്തെ ക്യാൻഡിൽ ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിതിങ്ങനെ ജസ്റ്റ് ബോക്സിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാലും ഭംഗിയാണ്. ക്യാൻഡിലൊന്നും വെക്കണമെന്നില്ല. ഞാൻ ഒയാസീസ് ആണ് വെച്ചേക്കുന്നത്. അത് നനയ്ക്കേണ്ട, ഫ്രഷ് ഫ്ലവർ ആണെങ്കിലാണ് നനയ്ക്കേണ്ടുള്ളൂ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇതൊക്കെ ഞാനൊന്ന് ഫെജിന്ന് വാങ്ങിച്ച ഹോൾ വീഡിയോയിൽ കാണിച്ചില്ലേ, കുറച്ച് ഇങ്ങനത്തെ ലീഫൊക്കെ. അപ്പോൾ അങ്ങനത്തെ ലീഫ് വെച്ചിട്ട് ഈ ഒയാസിസിൽ കുത്തി കൊടുത്ത് അവിടെ ഇരുന്നോളും, അങ്ങനെ വീണു പോകത്തൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെക്കണം. അതില്ലെങ്കിൽ തെർമോക്കോൾ ഉണ്ടെങ്കിലും വെച്ചാൽ മതി കേട്ടോ. പക്ഷേ തെർമോക്കോൾ ഇങ്ങനെ ലൂസായി പോകും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. അവസാനം ഇതുപോലെ ഒരു റെഡ് സാറ്റിൻ കൊണ്ട് കെട്ടിക്കൊടുത്താൽ റെഡി. അടുത്തത് നമ്മൾ പില്ലോ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതുപോലെ തയ്ച്ചതിൻ്റെ ഒക്കെ കട്ട് പീസുകളൊക്കെ ബാക്കി ഇരിപ്പുണ്ട്, റെഡൊക്കെ. അപ്പോൾ അങ്ങനത്തെ തുണിയും ഈ ഒരു പീസൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗർലാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ സോക്സ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി സോക്സിൻ്റെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ചുറ്റും ഇങ്ങനെ തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഭാഗം പുറത്തേക്ക് എടുത്ത് ഇതൊക്കെ ചെയ്യാൻ അറിയാമല്ലോ, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പഴയ ഏതെങ്കിലും ടോയ്സിൽ നിന്നൊക്കെ ഈ പഞ്ഞികൾ നിറച്ച് ഒരു സോക്സ് പോലെ സെറ്റപ്പ് ആക്കുക. അപ്പോൾ ഇതുപോലെ 1-2 ഐറ്റംസ് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഷേപ്പിൽ അങ്ങനത്തെ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ സ്റ്റാറിൻ്റെ ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അത് ഈ സമയത്ത് തപ്പിയിട്ടത് കിട്ടുന്നില്ല, അത് എവിടെയോ പോയി. പിന്നെ ഞാൻ സർക്കിളായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ സ്കേർട്ട് ചെയ്തതിൻ്റെയൊക്കെ ബാക്കി കട്ട് പീസൊക്കെ. അപ്പോൾ അങ്ങനത്തെ 1-2 പീസ് ഉണ്ട്. അതും പിന്നെ നമ്മുടെ ഡെക്കറേഷനൊക്കെ കൂടിയിട്ടൊരു ഗർലാൻഡ് ഉണ്ടാക്കാനാണ് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം, എല്ലാം സെറ്റാക്കിയിട്ടുള്ളത് കാണിച്ചു തരാം. ഇനി നമുക്ക് എല്ലാം സെറ്റിങ്സ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കർട്ടൻ മാറ്റാണ്. നമ്മുടെ ബ്ലൂ കർട്ടനൊക്കെ എടുത്ത് മാറ്റി നമ്മൾ തയ്ച്ച കർട്ടൻ വെക്കുകയാണ്. അപ്പോൾ അമ്മാളുമാണ് എൻ്റെ ഹെൽപ്പർ കേട്ടോ. അമ്മാളിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇത് കുറേ ദിവസമായി, ഡിസംബർ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ ഡെക്കറേഷൻ ചെയ്യണ്ടേ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആൾ കുറേ ഗിഫ്റ്റിൻ്റെയൊക്കെ ബോക്സ്, അങ്ങനെ ട്രീ, ഗ്രീൻ പേപ്പർ കൊണ്ട് ട്രീ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഈ ടേബിളിൽ അറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഞാനിങ്ങനെ പറയണമെന്നില്ല, നിങ്ങൾ കാണുമായിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വെൽവെറ്റിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ വെൽവെറ്റ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്, ഓർമ്മയുണ്ടോ ഈ ട്രീ? അത് 2 സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടേബിൾ ഡെക്കറേഷനും കൂടെ സൈഡിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായില്ലേ. ഇനി നമുക്ക് സെൻറ്റർ ടേബിൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അധികം അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെയാണല്ലോ, സോഫയിൽ ഇരുന്നിട്ട് പേപ്പറൊക്കെ വായിക്കാനുള്ളത്. അപ്പോൾ അധികം ഡെക്കറേഷനൊന്നും വേണ്ട. ഒരു വൈറ്റ് ക്രോഷ്യയുടെ മാറ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വുഡിൻ്റെ ട്രേ വെച്ചിട്ടുണ്ട്. അത് ആമസോണിൽ പണ്ടെങ്ങാണ്ട് മേടിച്ചത് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗോൾഡൻ ക്യാൻഡിൽ സ്റ്റാൻഡ്. അപ്പോൾ അതിൽ നല്ല സ്മെല്ലുള്ള ക്യാൻഡിലൊക്കെ കിട്ടും, അത് വെക്കുകയാണെങ്കിലും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ബാറ്ററി ഉള്ള ക്യാൻഡിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതും ഈ ബ്ലാക്കും ഒരു ക്യാൻഡിൽ സ്റ്റാൻഡാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് ഈ ഒരു ക്യാൻഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ, എസെൻഷ്യൽ ഓയിൽ, സ്മെല്ലുള്ള ഓയിലില്ലേ, അത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ കത്തി തീർന്നാലും അതെ, ആ വെള്ളത്തിൽ അങ്ങനെ സ്മെല്ലിങ്ങനെ നിൽക്കും. റൂമിലൊക്കെ ഫുൾ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുള്ള റോസ് പെറ്റൽസോ അതൊക്കെ സൈഡിലിട്ടാൽ പോലും അതിൻ്റെ സ്മെല്ലിങ്ങനെ നിൽക്കും കേട്ടോ. ഈ ക്യാൻഡിൽ ചൂട് വരുന്ന കാരണം നല്ല സ്മെല്ല് നിൽക്കും.
ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ പോട്ട് മണി പ്ലാന്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വേറൊരു കളറായിരുന്നേ പോട്ട്. അപ്പം ഇത് കറക്റ്റ് വൈറ്റിൽ റെഡ് ഡിസൈൻ പോകുന്നതാട്ടോ. കറക്റ്റ് ഡിസൈൻ കാണുന്നില്ല, അങ്ങനത്തെ ഒരു ഡിസൈനാണ് ശരിക്കും ഈ തീമിന് മാച്ച് ചെയ്ത് പോകുന്ന പോട്ടാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അമ്മാളുവിന് ഡാൻസിന് പോകാൻ ടൈമായി, ഡ്രസ്സ് മാറിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കൂടെ ഇത് തീർന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് തീർക്കുകയാണ്, ഇരുട്ടായി തുടങ്ങി. ഈ 2 കുഷനും റെഡ് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം വൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇതൊരു കോട്ടൻ്റെ റെഡ് കളർ ലേസാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക, ഒന്ന് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ സൂചി നൂല് കൊണ്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം, നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കേട്ടോ, ഉള്ളിലോട്ട് ഇങ്ങനെ നല്ലപോലെ കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ വേത്ത് കയറാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചാലും ഇത് ബാക്ക് സൈഡിലോട്ടാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അതങ്ങനെ ആരും അങ്ങനെ അങ്ങനെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഒരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രോഷയുടെ ലേസില്ലേ, അതുകൊണ്ട് കോട്ടൻ്റെ തന്നെയാണ്, അതുകൊണ്ട് ഒരു ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പിൻ ചെയ്ത് കൊടുത്ത് സംഭവം സെറ്റ്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൂം വിശദമായിട്ടൊന്ന് കാണാം. വെൽക്കം ഹോം.